Hi friends, welcome back to our channel. അഞ്ചാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ സോഷ്യൽ സയൻസ് ആണ് എക്സാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി 1, ഹൗ ഡു യു ഫൈൻഡ് ഡയറക്ഷൻ യൂസിങ് ദ പൊസിഷൻ ഓഫ് ദ സൺ. അതായത് സണ്ണിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡയറക്ഷൻ നോക്കുക. ഡയറക്ഷൻ യൂസിങ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ എവിടെയാണ് റൈസ് ചെയ്യുക? ഈസ്റ്റിലാണ് റൈസ് ചെയ്യുക. ബൈ ഫേസിങ് ദ റൈസിങ് സൺ, ദ വെസ്റ്റ് ഈസ് ബിഹൈൻഡ്, ദ നോർത്ത് ഈസ് ടു ദ ലെഫ്റ്റ് ആൻഡ് ദ സൗത്ത് ഈസ് ടു ബി റൈറ്റ്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ സണ്ണിനെ ഉദിച്ചു വരുന്ന സണ്ണിനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബിഹൈൻഡിലുള്ളതായിരിക്കും വെസ്റ്റ്, അതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളതായിരിക്കും നോർത്ത്, അതുപോലെ റൈറ്റ് സൈഡിലുള്ളതായിരിക്കും എന്ത്? സൗത്ത്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ കോമ്പസ് ഇൻ നാവിഗേഷൻ. നാവിഗേഷനിൽ കോമ്പസിന്റെ പേർപ്പസ് എന്താണ്? എ കോമ്പസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഡയറക്ഷൻ. ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് മാഗ്നറ്റിക് നീഡിൽ ദാറ്റ് ഓൾവേസ് പോയിന്റ്സ് നോർത്ത് സൗത്ത്. അപ്പോൾ അതിലൊരു എന്തുണ്ട്? മാഗ്നറ്റിക് നീഡിൽ ഉണ്ട്, അത് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? ഏത് ദിശയാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഡ്രോ ആൻഡ് മാർക്ക് ദ 4 കാർഡിനൽ ഡയറക്ഷൻ. അപ്പം 4 കാർഡിനൽ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ടോപ്പിൽ എന്ത് വരും? നോർത്ത് വരും, ബോട്ടത്തിൽ സൗത്ത് വരും, റൈറ്റിൽ ഈസ്റ്റ് വരും, ദെൻ ലെഫ്റ്റിൽ സൗത്തും വരും, ലെഫ്റ്റിൽ വെസ്റ്റും വരും. ഇനി ആക്ടിവിറ്റി 2, റൈറ്റ് ദ മേജർ സ്റ്റേജസ് ഇൻ ദ ഇലക്ഷൻ പ്രോസസ്. ഇലക്ഷൻ പ്രോസസ്സിന്റെ മെയിൻ സ്റ്റേജസ് എന്തൊക്കെയാണ്? നോട്ടിഫിക്കേഷൻ ഓഫ് ദ എലക്ഷൻ, ഫില്ലിംഗ് ഓഫ് നോമിനേഷൻസ്, സ്ക്രൂട്ടിനി ആൻഡ് വിഡ്രോവൽ ഓഫ് നോമിനേഷൻ, ക്യാമ്പയിനിങ്, വോട്ടിംഗ്, counting of votes and declaration of result. Okay, ഇനി നെക്സ്റ്റ് ചോദ്യം, why is voting an important responsibility in a democracy? അപ്പോൾ ഒരു ഡെമോക്രസിയിൽ വോട്ടിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണ്? ഇറ്റ് അലോസ് സിറ്റിസൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെമോക്രസി. അപ്പം അത് ഈ വോട്ടിങ്ങിലൂടെയാണ് ഓരോ സിറ്റിസൺസിനും എന്താണ്? ഡെമോക്രസിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഹെൽപ്പ് ചൂസ് റെപ്രസെൻറ്റേറ്റീവ് ഹു വിൽ വർക്ക് ഫോർ ദ പബ്ലിക്. അപ്പം അത് എന്തിനു സഹായിക്കും? പബ്ലിക്കിന് വർക്ക് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവ്സിനെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, ഈ നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഹൗ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആർ യൂസ്ഡ് ഇൻ ഇലക്ഷൻസ്. എങ്ങനെയാണ് ഇലക്ഷനിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് വർക്ക് ചെയ്യുന്നത്? എന്താണ്? വോട്ടേഴ്സ് പ്രസ് എ ബട്ടൺ അഗെയിൻസ്റ്റ് ദ നെയിം ഓഫ് ദെയർ ചൂസൺ കാൻഡിഡേറ്റ്സ്. അപ്പോൾ അതിലെന്തുണ്ടായിരിക്കും? നമ്മുടെ ആൾക്കാരുടെ കാൻഡിഡേറ്റ്സിൻ്റെ നെയിം ഉണ്ടായിരിക്കും. അപ്പോൾ ആരെയാണോ നമുക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയി നമ്മൾ പ്രസ് ചെയ്യുക. ദ മെഷീൻ റെക്കോർഡ്സ് ദ വോട്ട് ഡിജിറ്റലി ആൻഡ് എൻഷുവേഴ്സ് ആക്യുറസി. അപ്പോൾ നമ്മൾ അത് പ്രസ് ചെയ്യുമ്പോൾ മെഷീൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് റെക്കോർഡ് ചെയ്തിട്ട് ആക്യുറസി എൻഷുവർ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹൗ ദ ഇൻവെൻഷൻ ഓഫ് ദ വീൽ ഇമ്പാക്റ്റഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രേഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ വീലിൻ്റെ കണ്ടുപിടുത്തം ട്രാൻസ്പോർട്ടേഷനും ട്രേഡിനെയും ഒക്കെ ബാധിച്ചത്? ഇംപ്രൂവ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ. അപ്പോൾ വീല് കണ്ടുപിടിച്ചതോട് കൂടി എന്താണ്? ഈ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ ജനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്തു. allowed longer distance to be covered. എന്താണ്? നമുക്ക് ദൂരെയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റി. reduced physical workload എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. name 2 advantages of road transport compared to air transport. അപ്പോൾ എന്താണ്? എയർ ട്രാൻസ്പോർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ആക്സസിബിൾ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസിന് ആക്സസിബിൾ ആണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ റൂട്ട്സ് ആൻഡ് ഷെഡ്യൂൾ. നമുക്ക് എന്താക്കാം? റൂട്ട്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളും ഒന്നുകൂടി ഷെഡ്യൂൾഡും ആണ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ കൺട്രി വിത്ത് ദ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. അപ്പോൾ വേൾഡിൽ തന്നെ
സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഉള്ള കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ കൺട്രി ആയിട്ടുള്ള ഇന്ത്യയാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 4, നെയിം 3 rivers in Kerala and describe their importance. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും 3 റിവറിന്റെ പേര് എഴുതുക, അതിന്റെ ഇമ്പോർട്ടൻസ് എഴുതുക. അപ്പോൾ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. പെരിയാർ എന്താ? പ്രൊവൈഡ്സ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ പെരിയാറാണ് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഭാരതപ്പുഴയാണെങ്കിൽ സപ്പോർട്ട്സ് അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യും. പമ്പ ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറിഗേഷൻ ആൻഡ് കൾച്ചറൽ ഈവൻറ്റ്സ്. Okay, next, list 2 ways in which geography influences the daily life of people in your area. എങ്ങനെയാണ് geography നമ്മുടെ ജനങ്ങളെ ഡെയിലി ലൈഫിൽ സഹായിക്കുന്നത്? ഹില്ലി റീജിയൻസ് അപ്പോൾ ടീ ആൻഡ് കോഫി പ്ലാന്റേഷൻ. അപ്പോൾ ഹില്ലി റീജിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ ടീയും കോഫിയും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കോസ്റ്റൽ ഏരിയാസ് ഡിപ്പെൻഡ് ഓൺ ഫിഷിംഗ് ആൻഡ് ടൂറിസം. അപ്പോൾ കോസ്റ്റൽ ഏരിയാസ് ആണെങ്കിൽ ജനങ്ങൾക്ക് ഫിഷ് ചെയ്യാനും അത് ടൂറിസത്തിനും കാരണമാവും. അപ്പോൾ അതും എന്താണ്? നമുക്ക് ജീവിക്കാൻ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ കൃഷിയിൽ സോയിലിൻ്റെയും അതുപോലെ വെള്ളത്തിൻ്റെയും റോൾ എന്താണ്? സോയിൽ പ്രൊവൈഡ്സ് ന്യൂട്രീഷൻസ് ഫോർ ദ പ്ലാന്റ് ഗ്രോത്ത്. അപ്പോൾ സോയിലാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഇറിഗേഷൻ ആൻഡ് സസ്റ്റെയിനിങ് ക്രോപ്സ്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഇറിഗേഷനും അതുപോലെ തന്നെ ക്രോപ്സ് സസ്റ്റെയിൻ ചെയ്യാനും എസെൻഷ്യൽ ആണ്. ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി 5 നോക്കി നോക്കാം. റൈറ്റ് 2 കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻസ്. അപ്പോൾ ഏർലി ഹ്യൂമൻസ് പണ്ടത്തെ ആദിമ മനുഷ്യന്മാർ യൂസ് ചെയ്തിരുന്ന ഏതെങ്കിലും 2 കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എഴുതാൻ. അപ്പോൾ എന്താ? ബോഡി ആൻഡ് ഫേഷ്യൽ മൂവ്മെൻറ്റ്. അപ്പോൾ ബോഡി കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഫേഷ്യൽ മൂവ്മെൻറ്റ് വഴി ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷനും. യൂസിങ് ഫയർ ആൻഡ് സ്മോക്ക് സിഗ്നൽ. ഫയറും സ്മോക്കും വെച്ചിട്ടുള്ള സിഗ്നൽസും. വൈ ഈസ് ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് കൺസിഡർഡ് എ മൈൽ സ്റ്റോൺ ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻവെൻഷൻ കമ്മ്യൂണിക്കേഷനിൽ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് കണക്കാക്കുന്നത്? എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറഞ്ഞാൽ അലൗഡ് ഫാസ്റ്റർ ഡിസെമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ. എന്താണ്? ഒന്നും കൂടി ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് ഒന്നും കൂടി ഫാസ്റ്റർ ആക്കി. മെയ്ഡ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പർ ആക്സസിബിൾ ടു മോർ പീപ്പിൾ. അപ്പോൾ ഒരുപാട് പേർക്ക് ബുക്കും ന്യൂസ് പേപ്പറും ആക്സസിബിൾ ആക്കി. Next is C question. List 3 modern tools of communication and their uses. ഏതൊക്കെയാണ് മോഡേൺ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ്? എന്തൊക്കെയാണ്? മൊബൈൽ ഫോൺസ്, ഇൻ്റർനെറ്റ്, ടെലിവിഷൻ. ഇപ്പോൾ മൊബൈൽ ഫോൺസ് എന്താ? ഇൻസ്റ്റൻറ്റ് കോൺവെർസേഷൻ. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അപ്പം കാര്യങ്ങൾ അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൊബൈൽ ഫോൺ വെച്ചിട്ട് വിളിച്ചു നോക്കിയാൽ മതി. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഷെയറിങ് ഇൻഫോർമേഷൻ ഗ്ലോബലി. നമുക്ക് ഗ്ലോബലി ആയിട്ട് ലോകത്തുമെമ്പാടും ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക എന്താണ്? ഇൻ്റർനെറ്റ് ആണ്. ഇനി ടെലിവിഷൻ ആണെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ്, ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. Name 2 modes of transportation that are suitable for carrying goods over long distances. എന്തൊക്കെയാണ്? ലോങ് ഡിസ്റ്റൻസസിൽ ഗുഡ്സ് ക്യാരി ചെയ്യുക എന്തൊക്കെയാണ്? റെയിൽവേസ് അതുപോലെ വാട്ടർവേസ് ഒക്കെയാണ്. Derive the advantages of public transport over പ്രൈവറ്റ് വെഹിക്കിൾ. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വെഹിക്കിൾ അല്ലാണ്ട് നമ്മൾ പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ബസ്സൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? റെഡ്യൂസസ് ട്രാഫിക് കൺജഷൻ. അത് എന്ത് കുറയ്ക്കും? ട്രാഫിക് കൺജഷൻ കുറയ്ക്കും. ഡിക്രീസ് പൊല്യൂഷൻ ലെവൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇനി ഡിസ്കസ് ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഓഫ് ഇൻക്രീസിങ് വെഹിക്കിൾസ് ഓൺ ദ റോഡ്സ്. അപ്പോൾ എന്താണ്? ഈ വാഹനങ്ങൾ റോട്ടിൽ കൂടുമ്പോൾ ഉണ്ടാവുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? എന്താണ്? ലീഡ്സ് ടു ഹയർ എയർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ വണ്ടികൾ കൂടുമ്പോൾ എന്താണ്? അത് ഹയർ ആയിട്ടുള്ള എയർ പൊല്യൂഷനും അതുപോലെ തന്നെ നോയ്സ് പൊല്യൂഷനും ഉണ്ടാക്കും. കോൺട്രിബ്യൂട്ട്സ് ടു ഗ്ലോബൽ വാർമിംഗ്. അതെന്താ? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. Okay, then our last activity 7. Write the key differences between land, water and air transport.
അപ്പോൾ എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ടും വാട്ടർ ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ലാൻഡ് ട്രാൻസ്പോർട്ട് നോക്കി നോക്കാം. സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ആൻഡ് മീഡിയം ഡിസ്റ്റൻസ്. അപ്പോൾ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്താണ്? കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ മാത്രമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി വാട്ടർ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ യൂസ്ഡ് ഫോർ ഹെവി ഗുഡ്സ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. അപ്പോൾ അതെന്ന് വെച്ചാൽ വലിയ വലിയ ഗുഡ്സ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് എമർജൻസി. ലോങ് ഡിസ്റ്റൻസിന് ഉപകാരപ്രദമാണ്. അതുപോലെ എന്തെങ്കിലും എമർജൻസി ഉണ്ട്, പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ആണ് നല്ലത്. ഇനി നെക്സ്റ്റ്, മെൻഷൻ ടു അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഏതെങ്കിലും രണ്ട് അഡ്വാൻറ്റേജ് എഴുതുക. എന്താ? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസ് ആണ്, എക്കോ ഫ്രണ്ട്ലി വിത്ത് ലോവർ പൊല്യൂഷൻ ലെവൽസ്. എക്സ്പെൻസ് കുറവാണ്, പിന്നെ എന്താ, പൊല്യൂഷൻ ലെവലും കുറച്ച് കുറവാണ്. ഹൗ ക്യാൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇംപ്രൂവ് എക്കണോമിക് ഗ്രോത്ത് ഇൻ എ റീജിയൻ. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒരു സ്ഥലത്തെ എക്കണോമിക്കിനെ ഇംപ്രൂവ് ചെയ്യുന്നത്? എങ്ങനെയാണ്? എൻഹാൻസസ് ട്രേഡ് ബൈ കണക്റ്റിംഗ് മാർക്കറ്റ്സ്. മാർക്കറ്റ് കണക്ട് ചെയ്തിട്ട് എന്താണ്, അവിടെയുള്ള ട്രേഡ് കൂട്ടും. അതുപോലെ തന്നെ ക്രിയേറ്റ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ്? ലോജിസ്റ്റിക്സിലും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിലും എന്താണ്, ജോബ് ഓപ്പണിങ്സ് കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോഷ്യലിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.